ഒരു 2-2.5 കൊല്ലം മുമ്പ് ഞാൻ എൻ്റെ പീഡിയാട്രീഷ്യനെ ഒന്ന് കാണുകയുണ്ടായി. എൻ്റെ കുഞ്ഞിന് വാക്സിൻ എടുത്ത് തുടങ്ങുന്ന ആ ഒരു ടൈമിൽ. അപ്പോൾ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ സിസ്റ്ററിലോ ഒരു ഡോക്ടറാണ്. പുള്ളിക്കാരത്തിയുടെ മോന് അവനിപ്പോൾ 7 വയസ്സുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ അവന് വാക്സിൻ എടുക്കുന്ന ടൈമിൽ MMR വാക്സിനാണ് എടുത്തിരുന്നത്. പക്ഷേ എൻ്റെ കുഞ്ഞിന് ജനിച്ച സമയത്തിന് ആ ഒരു തന്ന സ്കെഡ്യൂളിൽ MR വാക്സിനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ സിസ്റ്ററിലോ പറഞ്ഞു, ഇല്ല MMR തന്നെ എടുക്കണം, ഗവൺമെൻറ്റിൽ ഇല്ലെങ്കിൽ പ്രൈവറ്റിൽ തന്നെ എടുക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാനത് എൻ്റെ കുഞ്ഞിനെ കാണിക്കുന്ന പീഡിയാട്രീഷ്യനെ, എനിക്ക് പുള്ളിയെ ഭയങ്കര വിശ്വാസമാണ്. ഞാൻ പുള്ളിയോടുകൂടി ഒന്ന് സംസാരിച്ചു, ഇങ്ങനെ എടുക്കേണ്ട കാര്യമുണ്ടോ പ്രൈവറ്റിൽ നിന്ന്, അതോ നമ്മുടെ നോർമലി ഉള്ള സ്കെഡ്യൂൾ അനുസരിച്ചിട്ട് MR വാക്സിൻ മാത്രം എൻ്റെ കുഞ്ഞിനെ എടുത്താൽ മതിയോ എന്ന് ചോദിച്ചു. അപ്പം അന്ന് എൻ്റെ പീഡിയാട്രീഷ്യൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, തീർച്ചയായിട്ടും MMR വാക്സിൻ തന്നെ എടുക്കണം. ഗവൺമെൻറ്റിൽ ഇപ്പോൾ അത് കൊടുക്കുന്നില്ല, പക്ഷേ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് അത് 2 ഡോസ് കൃത്യമായി എടുക്കണം. കാരണം ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ വലിയ പ്രശ്നമൊന്നുമില്ല, എങ്കിലും ഒരു 2-3 വർഷം കഴിഞ്ഞിട്ട് ആ പ്രായത്തിൽ ആ സമയത്ത് ജനിച്ച കുട്ടികളൊക്കെ ഒന്ന് സ്കൂളിൽ പോകാൻ തുടങ്ങി കഴിയുമ്പോൾ സ്കൂളിൽ മംസ് എന്ന് പറയുന്ന വളരെ ഭീകരമായിട്ടുള്ള ഒരു രോഗം കുട്ടികളുടെ ഇടയിൽ കംപ്ലീറ്റ് ആയിട്ട് വ്യാപിക്കാനുള്ള ചാൻസസ് ഉണ്ട് എന്ന് പുള്ളിക്കാരൻ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ പുറത്തു വരുന്ന ന്യൂസസ് എല്ലാം ഞെട്ടിക്കുന്നതാണ്. അപ്പൊ ഞാൻ എന്തുകൊണ്ടിട്ടാണ് MMR തന്നെ അന്ന് ചൂസ് ചെയ്തതെന്നും, നിങ്ങൾ MR വാക്സിൻ ആണോ എടുത്തത്, അല്ലെങ്കിൽ അത് എടുത്തത് കൊണ്ടിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നും ഒക്കെ നമുക്ക് ഈ വീഡിയോയിൽ ഒന്ന് ഡിസ്കസ് ചെയ്യാം. വീഡിയോ മുഴുവനായിട്ട് കാണുക. MMR വാക്സിൻ 3 രോഗങ്ങൾക്കുള്ള ഒരു പ്രതിരോധ കുത്തിവയ്പ്പാണ് ഈ MMR വാക്സിൻ ആയിട്ടുള്ളത്. ഇത് കുഞ്ഞുങ്ങൾക്ക് 2 ഡോസ് ആയിട്ടാണ് കൊടുക്കുന്നത്. മീസൽസ്, മംസ് ആൻഡ് റുബെല്ല. മീസൽസ് പോലെയുള്ള രോഗം, അതുപോലെ റുബെല്ല പോലെയുള്ള രോഗമൊക്കെ നമ്മുടെ ഇടയിൽ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടിട്ട് തീർച്ചയായിട്ടും ഈ വാക്സിൻ കുട്ടികൾക്ക് അത്യാവശ്യമായത് കൊണ്ടിട്ട് ഗവൺമെന്റിൽ MR വാക്സിൻ ആണ് ഇപ്പോൾ കൊടുക്കുന്നത്. മീസൽസിനും റുബെല്ലയ്ക്കും വേണ്ടിയുള്ള വാക്സിൻ മാത്രമാണ് ഗവൺമെന്റിൽ നിന്ന് നോർമലി കിട്ടുന്ന ഫ്രീ ആയിട്ടുള്ള വാക്സിൻ ഷെഡ്യൂൾ പ്രകാരം കുട്ടികൾക്ക് കിട്ടുന്നത്. എന്നാൽ ഒരു എമ്മും കൂടിയുണ്ട്, മംസ്. ഈ മംസ് എന്ന് പറയുന്ന രോഗം മുണ്ടിനീർ എന്നാണ് നമ്മൾ മലയാളത്തിൽ അറിയപ്പെടുന്നത്. പണ്ടൊക്കെ ഒരുപാട് വളരെ കോമൺ ആയിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു രോഗമാണ്. നമുക്കും ഒക്കെ വന്നിട്ടുണ്ടാവാം. നമ്മുടെ അച്ഛനും അമ്മമാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ട് അറിയാം ഈ രോഗം എന്താണ്, ഈ രോഗം കൊണ്ടിട്ട് കുട്ടികൾക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്താണ് എന്നൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പോ ഈ ഒരു രോഗത്തിന് ഒരു 7 വർഷം വരെ നമ്മുടെ ഗവൺമെന്റിൽ ഇതിന്റെ വാക്സിൻ ഉണ്ടായിരുന്നു. ഗവൺമെന്റിൽ MMR വാക്സിൻ ആയിട്ടായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് കൊടുക്കുന്നില്ല. MR വാക്സിൻ മാത്രമാണ് നമ്മുടെ ഗവൺമെന്റിൽ കൊടുക്കുന്നത്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ, നമുക്ക് വളരെ ആ സമയത്തിന് വലിയ പ്രശ്നമൊന്നുമില്ല, മംസിന്റെ വലിയ വ്യാപനമൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ അത് മാറ്റുകയാണ് ചെയ്തത്. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ പീഡിയാട്രീഷ്യൻ, പുള്ളിക്കാരൻ ട്രിവാൻഡ്രത്ത് തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പീഡിയാട്രീഷ്യൻ ആണ്. ഗവൺമെന്റ് ജോലിയുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. പുള്ളിക്കാരൻ പറഞ്ഞതനുസരിച്ചിട്ട് ഇതിനൊരു വ്യാപനം ഉണ്ടാവും എന്നുള്ളൊരു കാര്യവും പുള്ളിക്കാരൻ അന്ന് ഗവൺമെന്റിലൊക്കെ അവരുമായിട്ട് സംസാരിച്ചിട്ട് ഇത് MMR തന്നെ ആക്കി ഗവൺമെന്റിൽ കൊടുക്കണം എന്നുള്ള ചർച്ചകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് കിട്ടിയ കുട്ടികളെല്ലാം, ഇപ്പൊ ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്നാണ് എൻ്റെ കുഞ്ഞിന് MMR വാക്സിൻ എടുത്തത്. അപ്പൊ അത് അല്ലാതെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് എടുത്ത ഒരുപാട് കുട്ടികൾക്ക് മംസ് വ്യാപനം ഭയങ്കരമായിട്ട് ഈ ഒരു ടൈമിലുണ്ട്. നിങ്ങൾ തന്നെ പല ന്യൂസിലും കണ്ടിട്ടുണ്ടാവാം. പല സ്കൂളുകളും അടക്കുകയാണ്, 21 ദിവസത്തേക്ക് എന്ന് പറഞ്ഞിട്ട് പല സ്കൂളുകളും അടക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടാവുക എന്ന് പറയുമ്പോഴത്തേക്കും കുട്ടികൾക്ക് ഈ മംസ് വ്യാപനം തടയാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു നോർമലി വരുന്ന പോലെ ഒരു പനി, ഫീവർ മാത്രമല്ല. ഈ മംസ് എന്ന് പറയുന്ന രോഗം എന്ന് പറയുന്നത് നമ്മുടെ സലൈവറി ഗ്ലാൻഡ്സ്, ഈ ഭാഗങ്ങളിലുള്ള സലൈവറി ഗ്ലാൻഡ്സിനെ അഫക്ട് ചെയ്യുന്ന ഒരു ഇൻഫെക്ഷൻ ആണ്. അപ്പൊ ഇത് ഒരു കുട്ടിക്ക് ഉണ്ടായി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് അടുത്ത കുട്ടിക്ക് പകരാം. അവിടെ ഡ്രോപ്ലെറ്റിൽ നിന്നോ സംസാരിക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ തൊട്ടടുത്ത് ഇടപഴകുന്നതോടെയോ ഒക്കെ മറ്റൊരു കുട്ടിക്ക് പകരാം. ഇത് കുട്ടിക്ക് പകർന്നു കഴിഞ്ഞ ഒരു 20-23 ദിവസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കാം ഇതിന് സിംറ്റംസ് കാണിച്ചു തുടങ്ങുന്നത്. സിംറ്റംസ് എന്ന് പറയുമ്പോഴത്തേക്കും നല്ല പനി, ജലദോഷം, അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവാം. പക്ഷെ ഇത് നമ്മൾ ഒരിക്കലും ഒരു സാധാരണ പനിയായിട്ട് തെറ്റിദ്ധരിക്കരുത്. കുട്ടികൾക്ക് മസിൽ പെയിൻ ഉണ്ടാവാം. അതുപോലെ തന്നെ അവർക്ക് ഈ ഭാഗത്ത് നന്നായിട്ടൊന്ന് വീങ്ങി വരും. അപ്പൊ അതാണ് മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ഭാഗത്ത് നന്നായിട്ട് വീങ്ങി വരും. അപ്പൊ ഈ ഭാഗത്ത് വീങ്ങി വരുമ്പോഴത്തേക്കും അവർക്ക് ആഹാരം കഴിക്കാൻ പറ്റില്ല, വെള്ളം പോലും ഇറക്കാൻ പറ്റില്ല, ഈവൻ അവരുടെ സലൈവ പോലും അവർക്ക് ഇറക്കാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ട് കുട്ടികൾക്ക് ഉണ്ടാവും. അത് കുട്ടികൾക്ക് വളരെ ബുദ്ധിമുട്ട്. ഇതിന് നമുക്ക് ചികിത്സയുണ്ട് എങ്കിലും കുട്ടികൾ ഒരു 7-8 ദിവസം വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കാനുള്ള ചാൻസസ്
കൂടുതലാണ്. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് ഈ ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ തന്നെ എന്ത് ചെയ്യുക, നിങ്ങളുടെ കുഞ്ഞ് വാക്സിൻ എടുത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ എങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ MMR വാക്സിൻ ആണ് എടുക്കേണ്ടത്. ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ ഇതുപോലെ മംസ് എന്ന് പറയുന്ന ഈ ഒരു ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു രോഗം അവർക്ക് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ മംസ് കാരണം മറ്റു പല ഈവൻ ചില കുട്ടികൾക്ക് ഹിയറിംഗ് ലോസ്, അവരുടെ ചെവിയുടെ കേൾവി ശക്തി പോലും നഷ്ടപ്പെടാനുള്ള ഒരു അവസ്ഥയൊക്കെ ഉണ്ടായി വരാം. അപ്പൊ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഈ പറഞ്ഞ ഒരു മംസിന്റെ ഒരു ഭീകരത നിങ്ങൾ എന്തായാലും മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ മംസ് എന്ന് പറയുന്നത് ബാക്കി മീസൽസും റുബെല്ലയും പോലെ തന്നെ ഒരു കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ഒരു രോഗം തന്നെയാണ് കുഞ്ഞുങ്ങൾക്ക്. അപ്പൊ നമ്മൾ നമ്മുടെ കുട്ടിക്ക് ഒരു വാക്സിൻ കൊടുക്കുമ്പോൾ ഇതിനൊക്കെ വാക്സിൻ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് അത് എടുക്കാതിരിക്കാൻ സ്റ്റോപ്പ് ചെയ്യുന്നത്? ചിലപ്പോൾ കുറച്ച് നമ്മൾ പ്രൈവറ്റിൽ എടുക്കുമ്പോഴത്തേക്കും കുറച്ച് എക്സ്പെൻസീവ് ആവാം. എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ കുഞ്ഞിനെ എടുക്കുമ്പോഴത്തേക്കും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഒരു ഡോസിന് 600 രൂപയായി എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ. അതുപോലെ തന്നെ ഡോക്ടറിന്റെ ഒരു ഫീ, നമ്മൾ അവിടെ നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്കും ഒരു കൺസൾട്ടിങ് ഫീ ഉണ്ടല്ലോ. ഈ കൺസൾട്ടിങ് ഫീയും അതുപോലെ തന്നെ ഈ മരുന്നിന് ഒരു 600 രൂപയാണ് ആയി എന്ന് എൻ്റെ ഒരു ഓർമ്മ. ഇത് 2 ഡോസ് ആയിട്ടാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറ്. അപ്പൊ ഇത് കൊടുക്കുന്നതിലൂടെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഭാവിയിൽ ഉണ്ടാവാൻ പോകുന്ന വലിയൊരു ബുദ്ധിമുട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ എനിക്കറിയാം ഒരുപാട് പാരന്റ്സ് MR വാക്സിൻ മാത്രമാണ് എടുത്തിരിക്കുന്നതെന്ന് എനിക്ക് അറിയാം. അപ്പൊ നിങ്ങൾ അങ്ങനെ MR വാക്സിൻ മാത്രമാണ് നിങ്ങൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് എടുത്തിരിക്കുന്നതെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യൂ. ഞാൻ അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് എന്താ നമുക്കിനി ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു കാര്യം ഞാൻ റിപ്ലൈ തരാം. അപ്പൊ കൃത്യമായിട്ടും ഇനി വാക്സിൻ എടുക്കാൻ പോകുന്ന പാരന്റ്സ് MMR വാക്സിൻ തന്നെ കുട്ടികൾക്ക് എടുക്കുക. ഗവൺമെന്റിൽ ചിലപ്പോൾ ഇനി ഉടനെ അടുത്ത് തന്നെ അവർ കൊണ്ടുവരുമായിരിക്കും. അത് വരുന്നത് വരെ നമുക്കത് എവിടെയാണോ അവൈലബിൾ, പ്രൈവറ്റ് ആണെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അത് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് തന്നെ MMR വാക്സിൻ എടുക്കുക.